ഇനി വരാൻ പോകുന്ന അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഗ്നൻ്റായ പൂജയെ തള്ളിയിട്ട് ഹോസ്പിറ്റലിൽ ആക്കിയതിൻ്റെ പേരിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അഖിലിനോടും സ്നേഹയോടും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാണ് അച്ചമ്മ. പിന്നീട് സ്നേഹയുടെ വീട്ടിൽ രണ്ടുപേരും എത്തുകയും സ്നേഹ അഖിലിന് ഭക്ഷണം കൊടുക്കുമ്പോൾ സ്നേഹയുടെ അമ്മയും അച്ഛനും പറയാണ് അഖിലിനോട് ഇറങ്ങിപ്പോവാൻ. അപ്പോൾ അഖില് ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. സ്നേഹയുടെ അച്ഛൻ പറയാണ്, എൻ്റെ മകളെയും നിന്റെ വീട്ടിൽ വെച്ച് ഭക്ഷണത്തിന് മുമ്പിൽ വെച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അവൾക്കുണ്ടായ ദേഷ്യം ഒക്കെ ഒന്ന് നീയും അറിയാൻ വേണ്ടിയാണ് ഞാൻ എഴുന്നേൽപ്പിച്ചത്. ശേഷം സ്നേഹയോട് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പറയാണ്. പിന്നീട് അഖിലിനെയും സ്നേഹയെയും വീട്ടിലേക്ക് പറഞ്ഞു വിടാണ്. അതേസമയം അർജുനെതിരെ പൂജയുടെ സഹോദരി കേസ് കൊടുത്തിട്ട് കോടതിയിൽ എത്താൻ പറയുകയും അർജുനെ കുറ്റക്കാരൻ ആക്കാൻ വേണ്ടി അർജുൻ തന്നെയാണ് 3 ഗുണ്ടകളിൽ 2 പേരെ കൊന്നതെന്ന് വരുത്തി തീർക്കാൻ നോക്കാണ് മറ്റൊരു വക്കീല്. CCTVയിലും മറ്റും കൊലപാതകം നടക്കുന്നിടത്ത് അർജുന്റെ ഫൂട്ടേജ് ഇല്ലാത്തതുകൊണ്ട് അർജുൻ ആ കേസ് ജയിക്കാണ്. പൂജയുടെ സഹോദരിയെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് വക്കീല്. അപ്പോൾ ജെസ്സി പറയാണ്, അർജുൻ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അർജുൻ കാണാതെ പോലീസിൽ ഉള്ള സ്റ്റാഫിനെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ടുണ്ട്. അവരും പറഞ്ഞു അർജുൻ എവിടേക്കും പോയിട്ടില്ലാന്ന്. പിന്നെ പൂജ കിടക്കുന്ന റൂമിൽ ഒരു ക്യാമറയും വെച്ചിരുന്നു. ആ വീഡിയോസിലെല്ലാം പൂജയുടെ അടുത്ത് അർജുൻ ഉണ്ടെന്നും പറഞ്ഞ് ആ മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കാണ്. ശേഷം ഈ കേസുമായി അർജുന് യാതൊരു ബന്ധവും ഇല്ലെന്ന് തെളിയുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്